ദി മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദി വീരശൈവ മൂവ്മെൻറ്റ് ആർ ഗിവൺ ബിലോ. വീരശൈവ മൂവ്മെൻറ്റ് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസാണ് കൊടുത്തിരിക്കുന്നത്. ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ് ദി ഒതൻറ്റിസിറ്റി ഓഫ് ദി വേദാസ് വെർ ക്വസ്റ്റ്യൻഡ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. പീപ്പിൾ വെർ എഡ്യൂക്കേറ്റഡ് എഗനസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗനസ്റ്റ് വുമൺ. ജാതി വിവേചനത്തെയും സ്ത്രീ വിവേചനത്തിനും എതിരായിട്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചു. മോണോത്തിസം വാസ് എൻകറേജ്ഡ്. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. കൺവിൻസ് ദി പീപ്പിൾ എബൌട്ട് ദി ഗ്രേറ്റ്നസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഹി ഓപ്പോസ്ഡ് ചൈൽഡ് മാരേജിനെ ശൈശവത്തെ എതിർത്തു. ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാരേജ് വിധവാഹത്തെയും പ്രായപൂർത്തി വിവാഹത്തെയും പ്രോത്സാഹിപ്പിച്ചു. ബസവണ്ണാസ് മെസ്സേജ് ഹൈലൈറ്റിംഗ് ഹ്യൂമനിസം ആൻഡ് ഈക്വാലിറ്റി. മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണൻ്റെ സന്ദേശങ്ങൾ. ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആർ ഗുഡ്, ദി നാഷൻ വിൽ പ്രോസ്പർ. ചിന്തയും പ്രവൃത്തിയും നല്ലതാണെങ്കിൽ രാജ്യം ഉയർച്ച നേടും. ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഏതു ജാതിയിൽപ്പെട്ട ആളായാലും അവർക്ക് തുല്യമായ അവകാശം. ഇൻ്റർമീഡിയറ്ററീസ് ആർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്. ദൈവ ആരാധനയ്ക്ക് ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. ദർ ഇസ് നോ റീബർത്ത്, ലിവ് ദിസ് ലൈഫ് ബ്ലെസ്ഫുള്ളി. ഒരു പുനർജന്മമില്ലാത്തതുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കുക. കബീർ, പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി. മാനവ മൈത്രിയുടെ പ്രചാരകനായിരുന്ന കബീർ. റീഡ് ദീസ് ലൈൻസ്. ദി ഓൾമൈറ്റി ഈസ് നോൺ ബൈ മെനി നെയിംസ് ലൈക്ക് അള്ളാ, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത്. ആർണ്ട് ദി ബാംഗിൾസ് ആൻഡ് റിങ്സ് നത്തിങ് ബട്ട് ഫോംസ് ഓഫ് ഗോൾഡ്? വെറൈറ്റി ലൈസ് ഇൻ നെയിംസ് വി കോൾ ദം. ദൈവത്തിന് വിളിപ്പേരുകൾ അനവധിയാണ്. അള്ളാ, രാമൻ, കരീം, കേശവ്, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ പേരുകളിൽ ദൈവം അറിയപ്പെടുന്നു. പൊന്നുരുക്കി പണിത മോതിരങ്ങളും വളകളും പൊന്നു തന്നെയാണല്ലോ. പൊന്നുകൊണ്ടുണ്ടാക്കിയതാണ് വളകളും മോതിരങ്ങളും എങ്കിലും അത് പൊന്നു തന്നെയാണെന്ന്. നാം നിർമ്മിക്കുന്ന പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഷെയർ ദി ഐഡിയാസ് യു ഹാവ് ഡിസ്കവേർഡ്. നാം നിർമ്മിക്കുന്ന പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാവരും ഒന്നാണ്. ഓൾ ആർ വൺ. ഓൾ ആർ ഈക്വൽ. These are the lines by Kabir, propagator of the Bhakti movement, who lived in the North India, present-day Uttar Pradesh, in the 15th century. 15th centuryയിൽ ഉത്തർപ്രദേശിലെ നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ താമസിച്ചിരുന്ന ഒരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രചാരകനായിരുന്നു കബീർ. കബീർ propagated his ideas through such hymns known as ദോഹാസ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന കീർത്തനങ്ങളെ ദോഹാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കബീർസ് ദോഹാസ് were very popular with the masses as he composed his hymns in a language that common people could understand. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളെല്ലാം രചിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് ഇടയിൽ വളരെയധികം പ്രശസ്തി നേടിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദോഹകൾ. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. കബീർ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്കും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു. ഹി റിമൈൻഡ് ദാറ്റ് ദി ഹിന്ദു ആൻഡ് മുസ്ലിംസ് ആർ ടു വെസൽസ് മെയ്ഡ് ഓഫ് ദി സെയിം സോയിൽ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു മണ്ണിൽ ഉണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹി ആർഗ്യൂഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയൻസ്, റിച്വൽസ്, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ്, ഐഡൽ വർഷിപ്പ് എക്സെട്ര വെർ മീനിങ്ലെസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കാസ്റ്റ് സിസ്റ്റവും അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, റിലീജിയസ് റിച്വൽസ്, മതപരമായ ആചാരങ്ങൾ, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ്, മനഃശേഷമുള്ള ആചാരങ്ങൾ, ഐഡിയൽ വർഷിപ്പ്, വിഗ്രഹാരാധന, ഇവയെല്ലാം അർത്ഥമില്ലാത്തതാണെന്ന് അദ്ദേഹം
തർക്കിച്ചു. കബീർ ക്രിറ്റിസൈസ്ഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. എല്ലാ തരത്തിലുള്ള വേർതിരിവുകളെയും അദ്ദേഹം വിമർശിച്ചു. ബേസ്ഡ് ഓൺ ജാതി, കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലീഗസി, വെൽത്ത് എക്സെട്ര. എല്ലാ തരത്തിലുള്ള വേർതിരിവുകളെ, അതായത് ജാതി, മതം, റേസ്, വർഗം, ലീഗസി, കുടുംബമഹിമ, വെൽത്ത്, ധനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ വേർതിരിവുകളെയും അദ്ദേഹം വിമർശിച്ചു. കബീർസ് തോട്ട് ആൻഡ് ആക്ടിവിറ്റീസ് വെർ ഇമ്മൻസ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഭക്തി സുഫി ഐഡിയാസ്. കബീറിൻ്റെ ഈ വിചാരങ്ങളും ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും എല്ലാം ഭക്തി സൂഫി ആശയങ്ങളിൽ നിന്നുണ്ടായാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളും വിചാരങ്ങളും എല്ലാം. ഭക്തി സൂഫി മൂവ്മെൻറ്റ്സിൻ്റെ ആശയങ്ങളാണ് അദ്ദേഹത്തിനെ ഇതിനെ പ്രേരിപ്പിച്ചത്. ഹി റിജക്റ്റഡ് റിലീജിയസ് ട്രഡീഷൻസ് കംപ്ലീറ്റ്ലി. മതപരമായ ആചാരങ്ങളെല്ലാം അദ്ദേഹം റിജക്റ്റ് ചെയ്തു, എതിർത്തു. ഹി ആൾസോ ഇഗ്നോർഡ് ദി എക്സ്റ്റേണൽ റിച്വൽസ് ഓഫ് റിലീജിയൻസ്. കൂടാതെ മതപരമായ ബാഹ്യാരാധനകളെ അദ്ദേഹം വിമർശിച്ചു. കബീർ ഹു ബിലീവ്ഡ് ഇൻ ഫോംലെസ് ഗോഡ്. അദ്ദേഹം ഫോംലെസ് ഗോഡിലാണ് വിശ്വസിച്ചത്, അതായത് കാണാത്ത ദൈവത്തെ അദ്ദേഹം വിശ്വസിച്ചു. പ്രൊപ്പഗേറ്റഡ് ഭക്തി ആസ് എ മീൻസ് ഓഫ് സാൽവേഷൻ. അദ്ദേഹം ഭക്തി ഒരു മോക്ഷമാർഗമായിട്ട് കണ്ട് അതിനെ പ്രചരിപ്പിച്ചു. കബീർ ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വിത്ത് ഹിസ് ഡിസിപ്പിൾസ് ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ അനുയായികളുടെ കൂടെ പല സ്ഥലങ്ങളിലും സന്ദർശിച്ചു. റീഡ് സം ഓഫ് ഹിസ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് സച്ച് ട്രാവൽസ്. അത്തരത്തിലുള്ള യാത്രയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ എന്താണെന്ന് നോക്കാം. വൺസ് കബീർ ഇൻക്വയർഡ് ഓഫ് എ ഗ്രീവിംഗ് വില്ലേജ് ചീഫ്റ്റൻ. ഒരു വില്ലേജ് ചീഫ്റ്റൻ്റെ ദുഃഖത്തിന് കാരണം എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു. ഹി സെഡ് ഇറ്റ് ഈസ് കർമ്മ, വാട്ട് എൽസ് ടു സേ. അദ്ദേഹം പറഞ്ഞു, കർമ്മമാണ്, അല്ലാതെ എന്തു പറയാൻ. പീപ്പിൾ ആർ ഡൈയിങ് ഓഫ് സ്മോൾ പോക്സ്. ജനങ്ങളെല്ലാം സ്മോൾ പോക്സ് മൂലം മരിക്കുന്നു. സോഴ്സറി ഈസ് ദി റെമഡി. അതിന് പരിഹാരമായിട്ട് മന്ത്രവാദം ചെയ്യണം. കബീർ ലാഫ്ഡ് ആൻഡ് സെഡ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എ സ്പെൽ ഫോർ ഹീലിംഗ്. മന്ത്രവാദം കൊണ്ട് രോഗം മാറ്റാനോ. നൺ ഓഫ് ദിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ മാജിക്കൽ സ്പെൽ. മന്ത്രവാദം കൊണ്ട് ഒരസുഖവും ഒന്നും മാറ്റാൻ സാധിക്കില്ല. ഓൺലി ട്രീറ്റ്മെൻറ്റ് ക്യാൻ ക്യൂർ ദി ഡിസീസ്. അസുഖം മാറ്റാൻ മരുന്ന് തന്നെ കഴിക്കണം. ഓൺ അനദർ ഒക്കേഷൻ പീപ്പിൾ സ്റ്റാർട്ടഡ് ഗിവിങ് ഗിഫ്റ്റ് ടു കബീർ ആൻഡ് ഹിസ് ഡിസിപ്പിൾസ്. ഒരവസരത്തിൽ ജനങ്ങൾ കബീറിന് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും സമ്മാനങ്ങൾ കൊടുത്തു. ഹി സെഡ് വി ആർ വീവേഴ്സ്, മെറ്റൽ വർക്കേഴ്സ്, വുഡ് കട്ടേഴ്സ്, ഫാമേഴ്സ് ആൻഡ് കോബ്ലേഴ്സ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും മെറ്റൽ വർക്കേഴ്സും വുഡ് കട്ടേഴ്സ് മരം വെട്ടുകാർ, ഫാമേഴ്സ് ആൻഡ് കോബ്ലേഴ്സ് ചെരുപ്പൂത്തികൾ, ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. വി ഡു വർക്ക് ആൻഡ് ലീവ്. ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നു. വി ഡു നോട്ട് നീഡ് ഗിഫ്റ്റ്. ഞങ്ങൾക്ക് ഗിഫ്റ്റിൻ്റെ സമ്മാനങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഇല്ല. യു ഹാവ് റീഡ് കബീർസ് ദോഹ ആൻഡ് സ്റ്റോറീസ്. നിങ്ങളിപ്പോൾ കബീറിൻ്റെ ദോഹയും സ്റ്റോറികളും എല്ലാം കേട്ടു. ആഡ് യുവർ ഫൈൻഡിങ്സ് ബിലോ. അതിൻ്റെ ഫൈൻഡിങ്സ് താഴെ എഴുതാൻ. പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് കബീറിൻ്റെ. ജനങ്ങൾ ദൈവത്തിനെ പല നാമങ്ങളിൽ വിളിക്കുന്നു. കബീർ മെയ്ഡ് പീപ്പിൾ തിങ്ക് എഗൻസ്റ്റ് സൂപ്പർസ്റ്റിഷ്യൻസ്. ജനങ്ങളെ അന്ധവിശ്വാസത്തിന് എതിരായി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. ഹി അഡ്വക്കേറ്റ്സ് ഫോർ എ സിമ്പിൾ ലൈഫ്. ഒരു സാധാരണ ജീവിതം നയിക്കാൻ പ്രേരിപ്പിച്ചു. ഹി ക്രിറ്റിസൈസ്ഡ് സോഷ്യൽ ഈവിൾസ്. സാമൂഹ്യ ദുരാചാരങ്ങളെ അദ്ദേഹം വിമർശിച്ചു. ഗുരുനാനാക്ക് ലവ് ആൻഡ് ബ്രദർഹുഡ്. ഗുരുനാനാക്കും സ്നേഹവും സാഹോദര്യവും. വൺസ് ഗുരുനാനാക്ക് ആൻഡ് ഭായി മർദാന കെയിം ടു റെസ്റ്റ് അറ്റ് സജ്ജൻ തഗ്സ് ഇൻ. ഒരിക്കൽ ഗുരുനാനാക്കും ഭായി മർദാനയും സജ്ജൻ തഗിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനായി എത്തി. ഹി ഹാഡ് എ ഹാബിറ്റ് ഓഫ് റോബിംഗ് ദോസ് ഹൂ സ്റ്റേഡ് ദെയർ.
സജ്ജൻ തകിന് ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും അസത്രത്തിൽ താമസിക്കാൻ വന്നാൽ അവരുടെ സാധനങ്ങളെല്ലാം അദ്ദേഹം മോഷ്ടിക്കും. നോയിങ് ദിസ്, ഗുരുനാനക് ഡിഡ് നോട്ട് വാണ്ട് ടു റെസ്റ്റ് ഫോർ ദി നൈറ്റ്. അതറിയാവുന്ന ഗുരുനാനക്ക് അന്ന് രാത്രി ഒട്ടും വിശ്രമിച്ചില്ല. ഇൻസ്റ്റെഡ്, പകരം, ദേ സ്റ്റാർട്ടഡ് സിംഗിങ് ഷബാദ് പ്രേയർ സോങ് കമ്പോസ്ഡ് ബൈ ഗുരുനാനക്. അതിന് പകരമായിട്ട് അവർ ഷബാദ്, ഗുരുനാനക്കിൻ്റെ ഒരു സോങ് പാടാൻ തുടങ്ങി. ഒരു പാട്ട്, ഗുരുനാനക്ക് രചിച്ച ഒരു പാട്ട് പാടാൻ തുടങ്ങി. ദി റിസൈറ്റൽ മീൻസ് ഇറ്റ് വാസ് അൺജസ്റ്റ് ടു ലൂട്ട് അതേഴ്സ് വെൽത്ത്. അതിൻ്റെ ആ പാരായണം, ഇറ്റ് വാസ് അൺജസ്റ്റ് ടു ലൂട്ട് അതേഴ്സ് വെൽത്ത്, മറ്റുള്ളവരുടെ ധനം കൊള്ളയടിക്കുന്നത് മോശമാണെന്ന മീനിങ് ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. സജ്ജൻ തക് റിയലൈസ് ഹിസ് മിസ്റ്റേക്ക് വെൻ ഹി ലിസൺഡ് ടു ദി ലിറിക്സ് ഓഫ് ദി സോങ്. ആ പാട്ടിൻ്റെ ലിറിക്സ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലായി. ഹി ബെഗ്ഡ് ഗുരു ഫോർ ഫോർഗിവ്നെസ്. ഗുരുവിനോട് മാപ്പപേക്ഷിച്ചു. ഗുരുനാനക് അഡ്വൈസ്ഡ് ഹിം ടു ഗീവ് ബാക്ക് ഓൾ ദി സ്റ്റോളൻ വെൽത്ത് ടു ദി പുവർ ആൻഡ് ടു ലീവ് ഹോണസ്റ്റ്ലി. ഗുരുനാനക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, മോഷ്ടിച്ച സാധനങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുത്ത് സത്യസന്ധമായിട്ട് ജീവിക്കാനായിട്ട് ഗുരുനാനക്ക് അയാളെ ഉപദേശിച്ചു. ദെൻ ഓൺ സജ്ജൻ ബിഗൻ എ ലൈഫ് ഹെൽപ്പിംഗ് ദോസ് ഹു വിസിറ്റ് ഹിസ് സിറ്റ് ഇൻ. പിന്നീട് അദ്ദേഹം സജ്ജൻ്റെ സത്രത്തിൽ ആരെല്ലാമാണോ വിശ്രമിക്കാൻ എത്തുന്നത് അവരെയെല്ലാം സഹായിച്ച് അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ അദ്ദേഹം പിന്നീട് തീരുമാനിച്ചു. വാട്ട് ഐഡിയാസ് ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ് സ്റ്റോറി? മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന അന്യായമാണ്. സ്നാച്ചിങ് അതേഴ്സ് വെൽത്ത് ഈസ് ഇൻജസ്റ്റിസ്. തെറ്റ് മനസ്സിലാക്കിയ ക്ഷമ ചോദിക്കുക. റെക്കഗ്നൈസ് യുവർ മിസ്റ്റേക്ക് ആൻഡ് ആസ്ക് ഫോർ ഫോർഗിവ്നെസ്. ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക. പ്രാക്ടീസ് ട്രൂത്ത്ഫുൾനെസ് ഇൻ ലൈഫ്. ഗുരുനാനക് വാസ് ബോൺ ഇൻ 15th century in the village of Talwandi, now in Pakistan, in ഷേഖ്പുര, പഞ്ചാബ്. 15ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുര വില്ലേജിലാണ് ഗുരുനാനക് ജനിച്ചത്. ഗുരുനാനക് അറ്റംപ്റ്റഡ് ടു ഹാർമോണൈസ് ദി ഐഡിയാസ് ഓഫ് ഡിഫറെൻ്റ് റിലീജിയൻസ്. പല മതങ്ങളുടെയും ആശയങ്ങൾ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഹി ട്രാവൽഡ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് ഹിസ് തോട്ട്സ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. ഗുരുനാനക് വാസ് എഗൻസ്റ്റ് ദി മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. അർത്ഥമില്ലാത്ത മതപരമായ ആചാരങ്ങൾക്ക് ഗുരുനാനക് എതിരായിരുന്നു. ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദി മെസ്സേജ് ഓഫ് വൺ ഗോഡ്. ഒരു ദൈവം എന്ന ആശയം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഏകദൈവാരാധന പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഹി പ്രൊമോട്ടഡ് ദി ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി. brotherhood, love, goodness and religious tolerance. ഇക്വാലിറ്റി, തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നിവയെല്ലാം പ്രചരിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡോലാൻട്രി, പിൽഗ്രിമേജ് എക്സെട്ര were rejected by him. ജാതി വേർതിരിവ്, വിഗ്രഹാരാധന, പിൽഗ്രിമേജ്, തീർത്ഥാടനം എന്നിവയെല്ലാം അദ്ദേഹം തിരസ്കരിച്ചു. ഇക്കണോമിക് ഇൻഇക്വാലിറ്റി വാസ് ക്വസ്റ്റ്യൻഡ്. സാമ്പത്തിക അസമത്വം ചോദ്യം ചെയ്തു. ആൻഡ് പീപ്പിൾ വെർ എൻകറേജ് ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്. ജനങ്ങളെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഹി എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലംഗാർ ഓർ കമ്മ്യൂണിറ്റി കിച്ചൺ വെയർ ഓൾ ക്ലാസ്സസ് ഓഫ് പീപ്പിൾ കുഡ് ഈറ്റ് ടുഗദർ. എല്ലാ ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പൊതു അടുക്കള അല്ലെങ്കിൽ ലംഗാർ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകി. ഹീസ് ഐഡിയാസ് ലേറ്റർ പേവ്ഡ് ദി വേ ഫോർ ദി ഫോർമേഷൻ ഓഫ് സിഖിസം. അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങൾ പിന്നീട് സിഖ് മതം സ്ഥാപിക്കാനായിട്ട് കാരണമായി.
In short, the social and religious activities of Kabir and Guru Nanak In short, the social and religious activities of Kabir and Guru Nanak ushered in a period of cultural harmony in medieval India. ചുരുക്കത്തിൽ കബീറിൻ്റെയും ഗുരുനാനാക്കിൻ്റെയും സാമൂഹ്യവും മതപരവുമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു. ആദി ഗ്രന്ഥ് ഗുരു ഗ്രന്ഥ് സാഹിബ് ഈസ് ദി ഹോളി ബുക്ക് ഓഫ് സിഖിസം. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് ആദി ഗ്രന്ഥ് അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ സാഹിബ്. The Adi Granth contains writings of all the Sikh Gurus beginning from Guru Nanak. ആദി ഗ്രന്ഥത്തിൽ ഗുരുനാനക്ക് തുടങ്ങി എല്ലാ സിഖ് ഗുരുക്കളുടെയും രചനകൾ അടങ്ങിയിട്ടുണ്ട്. ദി ഇമ്പോർട്ടൻസ് ഓഫ് മോണോത്തിസം ആൻഡ് തോട്ട്സ് എഗനസ്റ്റ് കാസ്റ്റ്, ജെൻഡർ, റേസ് ഡിസ്ക്രിമിനേഷൻ ആർ എംബേർഡ് ഇൻ ഇറ്റ്. ഏകദൈവാരാധന, ജാതി, ലിംഗവർഗ വ്യത്യാസങ്ങൾക്കെതിരായ ചിന്തകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ദി ഐഡിയാസ് ഓഫ് ജൈനിസം, ബുദ്ധിസം, ഇസ്ലാം എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ആദി ഗ്രന്ഥ്. ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ആശയങ്ങൾ ആദി ഗ്രന്ഥിൽ അടങ്ങിയിരിക്കുന്നു.